ഈ കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി വിളക്കുമാടത്തെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. തങ്കശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പഠിച്ച പള്ളിക്കൂടമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ തങ്കശ്ശേരി വിളക്കുമാടത്തിൻ്റെ അവിടെ ഈ വിളക്കുമരത്തിൽ നിന്നുള്ള പ്രകാശമാണ് കൊല്ലത്തെ തീരദേശ മേഖലയിലൊക്കെ ഇങ്ങനെ ഒഴുകി പരക്കുന്നത്. അപ്പോൾ ആ വിളക്കുമാടത്തിൻ്റെ പുരാണത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നു. ഷഹദ് റഹ്മാൻ തങ്കശ്ശേരിയിൽ നമുക്കൊപ്പം ചെയ്യുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഷഹദ്, വിളക്കുമരത്തിൻ്റെ കീഴിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? പറയൂ വിളക്കുമാടത്തെക്കുറിച്ച്. എസ്കൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിളക്കുമാടത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിരവധി പേരാണ് ഈ സ്ഥലം കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് ഈ കലോത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ നിരവധി പേര് ഇത് കേട്ടറിഞ്ഞ് നമുക്കൊപ്പം ഇവിടെ ചേർന്നിട്ടുമുണ്ട്. ഏകദേശം 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടം എന്നാണ് അറിയപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മിടുക്കികൾ നമുക്കൊപ്പം ഉണ്ട്. ഇത് കാണാമെന്നാണ് നിങ്ങൾ ശരിക്കും? ഇപ്പൊ കാണാൻ ഞങ്ങൾ വന്നതാണ്. ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് വന്നതാണ്. ഏറ്റവും വലിയതാണെന്ന് പറഞ്ഞപ്പോ കാണാൻ വന്നതാണ്. അല്ല, ഇത് എപ്പോഴാ തുറക്ക? എന്താ പറഞ്ഞോ? ഇവർ പറഞ്ഞതുപോലെ ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ഇത് തുറക്കുക. അപ്പോഴാണ് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉള്ളത്. അതുവരെ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പണ്ടത്തെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചുകൊണ്ടായിരുന്നു ഈ വിളക്കുമാടം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. ഏകദേശം 13 മൈൽ ദൂരത്തു നിന്ന് വരെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ കപ്പൽ ഒക്കെ പോകുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ ഏത് ഐറ്റമാണ് ഇത്തവണ കലോത്സവത്തിൽ? ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം അടിപൊളിയാണ്. കൊല്ലത്തെ കാഴ്ചകളൊക്കെ കണ്ടോ? ഇനി എന്തെങ്കിലും കാണാനുണ്ടോ? ബാക്കിയുണ്ടോ? കുറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഒരുപാട് സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഒരു ഇടമാണ്, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് വേണം കൊല്ലത്തുനിന്ന് തിരിച്ചു പോകാൻ. ഓക്കെ, അപ്പോൾ എസ്കൻ അങ്ങനെയാണ്. കാരണം ഇത്തരത്തിൽ കൊല്ലത്തെ വിവിധ ഇടങ്ങൾ കാണാനായി നിരവധി പേരാണ്, സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്തുന്നത്. ഇത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടേ ഈ കലോത്സവം കഴിയുമ്പോൾ ഇവിടെ നിന്നും ഓരോരുത്തരും പിരിഞ്ഞു പോവുകയുള്ളൂ. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കും. കൊല്ലം മൊത്തം കണ്ട് എല്ലാ ഇടങ്ങളിലും പോയതിനു ശേഷം മാത്രമേ തിരിച്ച് നമ്മുടെ അതാത് ബ്യൂറോകളിലേക്ക് തിരിക്കുകയുള്ളൂ. എസ്കൻ 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.